ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മളൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പയറ് ചേർക്കാത്ത എരിശ്ശേരി. പയറ് ചേർക്കാതെ എങ്ങനെ എരിശ്ശേരി എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങയും ഏത്തക്കയും എല്ലാം ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് എരിശ്ശേരി ഉണ്ടാക്കാം. എരിശ്ശേരിയുടെ പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്, ഇൻഗ്രീഡിയൻസിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ മത്തങ്ങ കായ എരിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. 2 പച്ചയ്ക്ക എന്ന് പറയുമ്പോൾ നേന്ത്രയ്ക്ക, ഏത്തയ്ക്ക എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയും. ഇവിടെ പച്ചയ്ക്ക എന്നാണ് പറയുക. അതും ഇതുപോലെ വലിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിത് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. മത്തങ്ങയും ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ എരിശ്ശേരിക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു വലിപ്പം തന്നെ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഇപ്പോൾ ഞാനിത് അരയ്ക്കാനുള്ള തേങ്ങ മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇതൊരു 3/4 കപ്പ് തേങ്ങയുണ്ട് അരയ്ക്കാനായിട്ട്. 1 കപ്പ് തേങ്ങ വറവിടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഒരു 3 പച്ചമുളകൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പച്ചയ്ക്കും നമ്മുടെ മത്തങ്ങയും ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം. ഇത് കുറച്ച് എരിവുള്ള രീതിയിലാണ് ഈ എരിശ്ശേരി ചെയ്യുന്നത്. ഒട്ടും എരിവില്ലാത്ത രീതിയിലല്ല കേട്ടോ. മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരമുള്ള രീതിയിലാണ് വരിക. ഇതാകുമ്പോൾ ചെറിയൊരു എരിവുള്ള രീതിയിലാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചയ്ക്ക നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കഴുകി എടുക്കണം, അല്ലെങ്കിൽ പച്ചയ്ക്കയുടെ കറ ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങയും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഒരുപാട് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒറ്റ വിസിൽ മതി. മത്തങ്ങയ്ക്കും വേവ് അധികമില്ല, നമ്മുടെ കായ്ക്കും വേവ് അധികമില്ല. അതുകൊണ്ട് ഒറ്റ വിസിലിൽ തന്നെ കുക്കായി കിട്ടും. നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒറ്റ വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയിൽ വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ചട്ടിയിൽ വെച്ച് കുക്ക് ചെയ്താൽ ടേസ്റ്റ് കൂടുതലാണ്. ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3/4 കപ്പ് തേങ്ങ ചിരവിയത്, അതിലേക്ക് ഒരു ഉള്ളി, ഒരു ചെറിയ ഉള്ളി മതി കേട്ടോ. വലിയ ഉള്ളിയാണെങ്കിൽ പകുതി ചേർത്താൽ മതി. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. അപ്പോൾ എന്നോട് എപ്പോഴും പലരും കമൻസിൽ ചോദിക്കാറുണ്ട് ഈ ഒരു ബോട്ടിൽസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്നുള്ളത്. ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. എനിക്കിതിൻ്റെ പ്രൈസ് ഒന്നും കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 500 രൂപയിൽ താഴെ ഉള്ളൂ. കറക്റ്റ് പ്രൈസ് ഓർക്കുന്നില്ല. ഫ്ലിപ്കാർട്ടിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിൻ്റെ പ്രൈസും ഈ ഒരു ബോട്ടിൽസും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 8-9 കുരുമുളക് അത്രയും മതി. നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കണ്ട. എപ്പോഴും നന്നായിട്ട് അരയ്ക്കണമെന്ന് പറഞ്ഞു നന്നായിട്ടെന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഒന്ന് തരിതരിപ്പോടെ അരച്ചെടുക്കുക. നമ്മൾ എരിശ്ശേരിക്ക് അരയ്ക്കുമ്പോൾ എപ്പോഴും ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കുക. പിന്നെ ഈ ഒരു എരിശ്ശേരിയിൽ മാത്രമാണ് നമ്മൾ കുരുമുളക് ചേർക്കുന്നത്. അതുപോലെ ചേന എരിശ്ശേരി ഉണ്ടാകുമ്പോഴും കുരുമുളക് ചേർക്കും. ചില എരിശ്ശേരികളിൽ നമ്മൾ കുരുമുളക് ചേർക്കാറുള്ളൂ. അപ്പോൾ ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഞാനെന്താ നമ്മുടെ തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, തരിതരിപ്പോടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരിഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ കുക്കറിൽ ഒരു വിസിൽ വന്ന് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മുടെ കുക്കർ ഒരു വിസിൽ വന്നു. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും കറിവേപ്പിലയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിൽ തന്നെ വറവ് റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും കായും ഒക്കെ ചേർക്കാനാണ് എൻ്റെ പരിപാടി. ഒറ്റ പാത്രത്തിൽ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തങ്ങയും കായും ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കുക്ക് ചെയ്തതിന് ശേഷം ഈ വറവ് റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ തിരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളർ ഒന്ന് ചേഞ്ചായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ തേങ്ങയും കൂടി കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക്
ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ ഉള്ളിയും കറക്റ്റായിട്ട് കുക്കായിക്കോളും തേങ്ങയുടെ കൂടെ ചേർന്നിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുമ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എളുപ്പത്തിൽ ഒരു പാത്രത്തിൽ കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ 2 രീതിയിലും ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ എരിശ്ശേരി ഉണ്ടാക്കുന്ന പോലെയും ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പോൾ എളുപ്പത്തിലൊന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ. സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എരിശ്ശേരി പെർഫെക്റ്റ് ആവില്ല. നാടൻ കറികൾക്കൊക്കെ ഉള്ളി തന്നെ ചേർക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴാണ് എരിശ്ശേരിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ ഇനി തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എരിശ്ശേരിയിൽ തേങ്ങ വറുക്കുക എന്നുള്ളത് കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണെന്നുള്ളത്. അപ്പോൾ ഇനി തേങ്ങയൊന്ന് ഞാൻ വറുത്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ചട്ടിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇനി മത്തങ്ങയും കായും അരപ്പ് ചേർക്കാൻ പോകുന്നത്. മത്തങ്ങയും കായും ഞാനൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്, ഒരുപാടങ്ങ് ഫൈനായിട്ട് ഉടച്ചിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും കായും ഉടച്ചത് ചേർക്കാം. കണ്ടോ, കായൊന്നും വല്ലാതെ കലങ്ങി പോയിട്ടില്ല, ആവശ്യത്തിന് കുക്കായിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇതിപ്പോൾ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മൾ സദ്യയിൽ വിളമ്പാനുള്ള എരിശ്ശേരി അല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തോടെയാണ്, നമ്മൾ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഈ ഒരു എരിശ്ശേരി തയ്യാറാക്കുന്നത്. ഒരുപാട് ഗ്രേവി അല്ല, ഒന്ന് ചൂട് മാറി വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന രീതിയിലുള്ള ഗ്രേവി. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പിലും അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഈ ഒരു അരപ്പൊന്ന് കുക്കായി വരുന്നത് വരെ, ഒന്ന് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പൊന്ന് കുക്കായി കഴിഞ്ഞിട്ട് വേണം നമ്മളിതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യാനായിട്ട്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. എരിവൊക്കെ കറക്റ്റ് ആയിരിക്കും. പിന്നെ എരിവ് കുറവാണെങ്കിലുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചില പച്ചമുളകിന് എരിവ് കുറവായിരിക്കുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുരുമുളകൊക്കെ ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിലും എരിവ് കുറവ് തോന്നുകയാണെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. ആ ഒരു എരിവും അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റും ഒക്കെ ഒന്ന് റെഡിയായി വരാനായിട്ടാണ് നമ്മൾ ചെറിയൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്, വേണോ വേണ്ടയോ എന്നുള്ളത്. ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് വേഗം തിളച്ച് വരും. ഇതാ ഇത്രയുള്ള ഒരു പീസേ ചേർക്കുന്നുള്ളൂ, ചെറിയൊരു പീസ് മതി. ഇതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ചൂടാവുന്നതിൻ്റെ കൂടെ തന്നെ ഈ ശർക്കരയും മെൽറ്റായി വന്നോളും. കണ്ടോ, നന്നായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇതൊന്ന് കുറുകിയോ കഴിയുമ്പോൾ നമ്മുടെ ഒഴിച്ചുകറിയുടെ ഭാഗത്തിലായിട്ടുള്ള എരിശ്ശേരി ആയി കിട്ടും. നിങ്ങൾക്ക് ഇത്രയും വേണ്ട ഗ്രേവി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചിട്ട് നമ്മുടെ കായും മത്തങ്ങയും വേവിക്കുക. അപ്പോൾ വെള്ളം കുറച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ കുറുകി എരിശ്ശേരി കിട്ടും. അതുപോലെ അരപ്പ് ചേർക്കുമ്പോൾ വെള്ളം ചേർക്കാതിരിക്കുക, അങ്ങനെ ചേർത്താലും വെള്ളം കുറവായി കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. മൺചട്ടിയിൽ വെക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിളയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ചട്ടിയുടെ ചൂടും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാമെന്ന് പറയുന്നത്. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. ആ ഒരു ശർക്കരയുടെ ചെറിയ മധുരമുണ്ട്, ഉപ്പുണ്ട്, എല്ലാം പാകമാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തെരിശ്ശേരിയാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റ് ഉള്ളത്. നമുക്ക് വറുക്കാതെയും എരിശ്ശേരി ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് കൂടുതൽ വറുത്തെരിശ്ശേരിക്കാണ്. അപ്പോൾ എല്ലാ എരിശ്ശേരി ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ കുറച്ച് തേങ്ങ ഉള്ള സമയത്ത് ഉണ്ടാക്കി നോക്കൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തേങ്ങ വറുത്തിടാൻ പാകത്തിന് ഉള്ള സമയത്ത് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതുപോലെ കായും മത്തങ്ങയൊക്കെ എരിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും വേണമെന്നില്ല. ഒരു പപ്പടം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അച്ചാറുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം. ആ തേങ്ങ വറുത്തതൊക്കെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.
പിന്നെ ഒരു കാര്യം എപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അതൊന്ന് ചെയ്തേക്കണേ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ എരിശ്ശേരി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ചു പോവും. ഇപ്പോൾ തന്നെ തിള വന്നു തുടങ്ങും. ഇവിടെയൊക്കെ ബബിൾസ് വരാൻ പാകത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഈ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ എരിശ്ശേരി നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എരിശ്ശേരി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കിപ്പോൾ നാടൻ കറികളിൽ ഏറ്റവും ടേസ്റ്റുള്ള കറി എന്ന് തന്നെ പറയാം നമ്മുടെ എരിശ്ശേരിക്ക്. അപ്പോൾ ഇവിടെ വീണ്ടും മഴ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴ പൊടിയലും ഇടയ്ക്കിടയ്ക്ക് മഴ മാറലൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ മഴ, രാവിലെയൊക്കെ നല്ല മഴയാണ്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, പിന്നെ മഴ കുറയും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഇത് തന്നെയാണോ അവസ്ഥ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ സ്ഥലത്തെയും ക്ലൈമറ്റ് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ എരിശ്ശേരി തിളയ്ക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കുക. നമ്മുടെ എരിശ്ശേരിയുടെ ചൂടൊക്കെ കംപ്ലീറ്റ് മാറിയിട്ട് ഊണ് കഴിക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഒരു കറിക്കൊന്നും തോന്നില്ല. നമ്മൾ ചൂടോടെ കഴിക്കുന്നത് വളരെ കുറച്ച് കറികളേ ഉള്ളൂ. ബാക്കിയുള്ള കറികളൊക്കെ ചൂട് മാറിയിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് കാലത്ത് രാവിലെ തന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് കറിയാ തരിക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാവരും പറയും അമ്മമാരുണ്ടാക്കുന്ന കറിയുടെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടോടെയാണ് കറികളൊക്കെ കഴിക്കുക. കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നിങ്ങൾ രാവിലെ തന്നെ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിച്ചോളൂ. പഴയ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.